സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഒടുവിൽ സത്യങ്ങളെല്ലാം നന്ദനാണെങ്കിൽ പ്രഭാവതിയോട് തുറന്നു പറയുന്നു. പക്ഷേ ദേവിയും സിദ്ധാർത്ഥനും ഇല്ലെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് അമ്മ ചോദിക്കുന്നുണ്ട്, ഇതുപോലെ ആ ഫയൽ നഷ്ടമായതിൻ്റെ പിന്നിൽ നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടോ, സത്യം പറയാമെന്ന് പറഞ്ഞ് കയ്യിൽ സത്യം ചെയ്യിക്കുന്ന സമയത്ത് നന്ദനാണെങ്കിൽ ഇതുവരെ ഒന്നും അമ്മയോട് മറച്ചു വെച്ചിട്ടില്ലല്ലോ. ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നുവെങ്കിലും അതെല്ലാം മാറി നിന്ന് കേൾക്കുമായിരുന്നു ദേവിക അതെല്ലാം കേട്ട് ആകെ ഷോക്കായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്വന്തം ഭർത്താവ്, ജീവന് തുല്യം സ്നേഹിച്ച ഭർത്താവ് ഇന്ന് വരെ തമ്മിലൊരു രഹസ്യവും മറച്ചു വെച്ചിട്ടില്ല. അങ്ങനെയുള്ള നന്ദൻ തന്നെ ചതിക്കുമായിരുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ട് അമ്മ ഇലക്ഷന് മത്സരിച്ച സമയത്ത് പോലും പ്രഭാവതിക്ക് എതിരെ സംസാരിച്ച് ദേവികയ്ക്ക് അനുകൂലമായി ദേവിക ഒരു MLA ആയി കാണണമെന്ന് ആഗ്രഹിച്ച നന്ദൻ തന്നോട് ഇത്രയും വലിയൊരു വിശ്വാസവഞ്ചന കാണിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ദേവികയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ നന്ദൻ്റെ ഷർട്ടിൻ്റെ കോളറൊക്കെ പിടിച്ച്, സത്യം പറ നന്ദു, നീ എന്നെ ചതിക്കുമായിരുന്നോ? ഇത്രയും വലിയ വിശ്വാസവഞ്ചന എന്നോട് ചെയ്യാൻ എങ്ങനെ തോന്നി എന്നൊക്കെ ചോദിച്ച് പൊട്ടിക്കരയുന്ന സമയത്ത് മറുപടി പറയാനാകാതെ പകച്ചു നിൽക്കുവാണ് നന്ദൻ. അതേസമയം ദേവിക, ഒന്നും ചെയ്യല്ലേ, നമുക്കെല്ലാം സംസാരിച്ച് തീർപ്പാക്കാം എന്ന് പറഞ്ഞ് പ്രഭാവതി വിളിക്കുന്ന സമയത്ത് പ്രഭാവതിയോടും ദേവിക ചൂടാകുന്നുണ്ട്. നിങ്ങളൊന്നും പറയണ്ട, നിങ്ങളും കൂടി അറിഞ്ഞിട്ടാ നന്ദൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ ആരും അറിയാത്ത എന്തൊക്കെയോ രഹസ്യം നിങ്ങൾ രണ്ടുപേരും കൂടി മൂടി വെക്കുന്നു. അതിൻ്റെയൊക്കെ ഭവിഷ്യത്തല്ലേ ഇപ്പം ഞാൻ അനുഭവിക്കുന്നത്. ഞാൻ വിഷമിച്ചാലും എനിക്കെന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലല്ലോ. ഞാനല്ലേ അതിനെ തുടർന്ന് അനുഭവിക്കുന്നത്. അച്ഛൻ എന്നോട് തോന്നുന്ന സ്നേഹം പോലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നത് കേട്ടിട്ട് പ്രഭാവതിക്കാണെങ്കിൽ വല്ലാത്ത സങ്കടം വരുന്നു. ദേവിക, നീ വിചാരിക്കുന്നത് പോലൊന്നുമല്ല. നന്ദൻ ഇങ്ങനെയൊക്കെ കാണിച്ചതിൻ്റെ പിന്നിൽ മറ്റു ചില കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് കാര്യം? ഭാര്യയായിട്ടുള്ള എന്നോട് മറച്ചു വെക്കുന്നതിനപ്പുറം എന്തെങ്കിലും കാര്യം ഈ ലോകത്തുണ്ടോ? ഇസബല്ലയുടെ വരവോടെ നന്ദൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ലല്ലോ. ഇപ്പം കണ്ടില്ലേ, നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് എന്നെ ഒരു കാര്യത്തിൽ പെടുത്തി. KK നായരുടെ പ്ലാന്റ് അനുവദിച്ചതിൻ്റെ പേര് അച്ഛൻ പോലും വിശ്വസിച്ചിരുന്നില്ല. അച്ഛനും രജനി ചേച്ചിയും ഗിരീഷേട്ടനും എല്ലാവരും എന്നെ തള്ളി പറഞ്ഞ സമയത്ത് നിങ്ങൾ രണ്ടുപേരും എന്തുകൊണ്ട് സത്യങ്ങൾ എല്ലാവരോടും തുറന്നു പറഞ്ഞില്ല? അപ്പോൾ എനിക്കെന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രം മതി. ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കുന്നില്ല എന്നും പറഞ്ഞ് ദേവികയാണെങ്കിൽ റൂമിലേക്ക് പോകുന്നുണ്ട്. സാധനങ്ങളൊക്കെ വാരി പാക്ക് ചെയ്യുന്നത് കണ്ടിട്ട് നന്ദനും അതുപോലെ പ്രഭാവതിക്കും ഭയങ്കര സങ്കടമാകുന്നു. മാത്രമല്ല ദേവികയോട് കാര്യം തിരക്കാനായിട്ട് സിദ്ധാർത്ഥനാണെങ്കിൽ വരുന്ന സമയത്ത് ദേവികയായിട്ടൊന്നും മറച്ചു വെക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. നമ്മൾ വിശ്വസിച്ചതുപോലെ ആ ഫയൽ നഷ്ടമായതിൻ്റെ പിന്നിലും നന്ദനാണച്ച. നന്ദു അമ്മയോടെല്ലാം തുറന്നു പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞ് എല്ലാം തുറന്നു പറയുന്നത് കേട്ടിട്ട് സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ഷോക്കാകുന്നുണ്ട്. മാത്രമല്ല പ്രഭാവതിയോടും നന്ദനോടും ഇതിനെപ്പറ്റി ചോദിക്കാൻ ചെല്ലുകയും ചെയ്യുന്നു. അതേസമയം ശാരികയാണെങ്കിൽ കെവിനെ അമിതമായിട്ട് വിശ്വസിക്കുകയാണ്. സ്വന്തം ചേച്ചിയുടെ ജീവിതത്തിൽ ഇത്രയധികം ദുഷ്ടതരങ്ങൾ ചെയ്യുന്നതും അല്ലെങ്കിൽ ചേച്ചി വിഷമിപ്പിക്കുന്നതും കെവിനും കൂടി ചേർന്നിട്ടാണെന്നുള്ള കാര്യം തിരിച്ചറിയാതെയാണ് ശാരിക കെവിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. സ്നേഹത്തിൻ്റെ പുറത്ത് കെവിൻ എന്ത് പറഞ്ഞാലും ശാരികയാണെങ്കിൽ അതെല്ലാം അതുപോലെ അനുസരിക്കുന്നു. കെവിൻ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനാണ് ഇപ്പോൾ അവൾ ആഗ്രഹിക്കുന്നത്. രഹസ്യമായിട്ട് കെവിനെ സ്നേഹിക്കുന്ന കാര്യം നന്ദനോട് പോലും ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. ഉറ്റ സുഹൃത്താണ് ചേച്ചിയുടെയും അതുപോലെ നന്ദൻ്റെയും. എന്നിട്ടും കെവിൻ അവരോടൊക്കെ ഇത് മറച്ചു വെക്കുന്നത് പിന്നിൽ മറ്റെന്തോ ദുരൂഹത മനസ്സിൽ വിചാരിച്ചിട്ട് തന്നെയാണ്. കാരണം ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഇസബല്ലയുമായി ചേർന്ന് അല്ലെങ്കിൽ ചന്ദ്രോത്ത് വീട്ടിനെ എതിർക്കുന്ന ശത്രുക്കളോടൊപ്പം ചേർന്ന് എന്തൊക്കെ നേട്ടമുണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം ശ്രമിക്കുകയാണ് കെവിനും. ഋഷിയുടെയും അരുന്ധതിയുടെയും ഇസബല്ലയുടെയും DYSPയുടെയൊക്കെ സപ്പോർട്ട് തേടി ചന്ദ്രോത്ത് വീട്ടിനെ, അതായത് ദേവികയും നന്ദനെയും എങ്ങനെയൊക്കെ തകർക്കാമോ ആ രൂപത്തിനൊക്കെ തകർത്തുകൊണ്ട് നേട്ടം കൊയ്യാൻ നോക്കുന്ന ആ വ്യക്തി ശാരികയെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ പിന്നിലുള്ള ചതി ഇനി അധികം താമസിക്കാതെ പുറത്തു വരും. അപ്പം കെവിൻ ഋഷി മരിച്ചു എന്ന് നന്ദനെ വിശ്വസിപ്പിച്ചുകൊണ്ട് നന്ദനെ തൻ്റെ വെറും ഒരു കളിപ്പാവയാക്കി നേട്ടങ്ങളൊക്കെ കൊയ്യുന്നുണ്ട്. അതേസമയം ഋഷി മരിച്ചിട്ടില്ല. മാത്രമല്ല തൻ്റെ ഭാര്യയുടെ സഹോദരിയെ സ്നേഹിക്കുന്നതും കെവിനാണെന്ന് തിരിച്ചറിയുന്ന നന്ദൻ ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? എന്തായാലും സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്ന നന്ദൻ ചെയ്തു പോയ തെറ്റോർത്ത് കുറ്റബോധത്തിൽ നീറി ദേവികയുടെ കാല് പിടിച്ച് മാപ്പ് പറയുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും ദേവിക ഇനി ഇതെല്ലാം അറിഞ്ഞിട്ട് ഇനി ചന്ദ്രോത്ത് വീട്ടിൽ തുടരുമെന്ന് തോന്നേയില്ല. ഇന്നത്തോടെ എന്തായാലും ദേവിക ചന്ദ്രോത്ത് വീട്ടിൻ്റെ പടി ഇറങ്ങും. വീട്ടിലേക്ക് വരുമ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ശാരികയും എന്തൊക്കെ തീരുമാനം എടുക്കാൻ പോകുന്നു എന്ന് കാത്തിരിക്കാം. കാര്യങ്ങൾ ഇത്രയും വഷളായ ഈ സ്ഥിതിക്ക് എന്തായാലും പ്രഭാവതിക്കും നന്ദനും രഹസ്യങ്ങൾ മൂടി വെക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് തങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണമായത് എന്നുള്ളത് സിദ്ധാർത്ഥനോടോ അല്ലെങ്കിൽ ദേവികയോടോ തുറന്നു പറയേണ്ട ആ ഒരു നിർണായക ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അധികം താമസിക്കാതെ
നന്ദനോ അല്ലെങ്കിൽ പ്രഭാവതിയോ സത്യങ്ങളെല്ലാം എല്ലാവരോടും തുറന്നു പറയും. അതോടെ ഇനി അടുത്ത പൊട്ടിത്തെറിയാണ് ചന്ദ്രോത്ത് വീട്ടിനെ കാത്തിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കാം എന്തൊക്കെയാകുമെന്ന്. അപ്പം ദേവിക എല്ലാ സത്യങ്ങളും അറിഞ്ഞ് തൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രഭാവതി കൂട്ടു നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി ദേവികയും കൂടി തെറ്റിന് കൂട്ടു നിൽക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമുള്ളൂ ഇനി സംശയം.